ആദ്യം ആടിനെ പട്ടിയാക്കി അവതരിപ്പിക്കുക, പിന്നെ ആ പട്ടിയെ നമ്മൾ പേപ്പട്ടിയായിട്ട് അവതരിപ്പിക്കുക. ഇതാണ് ഇപ്പം നടക്കുന്ന പല മാധ്യമ പ്രവർത്തനവും എന്ന് നമുക്ക് പറയേണ്ടി വരുന്നതിൽ വളരെ ഖേദമുണ്ട്. കാരണം വളരെ ആഘോഷിച്ച ഒന്നാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, സഹകരണ ബാങ്ക് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുൻ മന്ത്രി ഇപ്പോഴത്തെ കുന്നംകുളം MLA AC മൊയ്തീനെയും കുടുംബത്തെയും അതിൻ്റെ അകത്ത് പെടുത്തിയ കാര്യം. ഇഡിയാണല്ലോ കുരുക്കിയത്. കുരുക്കിയില്ല, കുരുക്കാൻ ശ്രമിച്ചു. അതിൻ്റെ നാൾ വഴികൾ മൊയ്തീന്, AC മൊയ്തീന് ഈ തട്ടിപ്പിനകത്തെ വിഹിതം കിട്ടിയിട്ടുണ്ട്. മൊയ്തീൻ്റെ വിശ്വസ്തരാണ് ഇതിന് പിന്നിലുള്ളത്. CPM അതിൽ ഇടപെടുകയും നടപടികളെടുക്കുകയും ബാങ്കിൻ്റെ വഴിക്ക് അന്വേഷണവും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോൾ ആ ബാങ്ക് വീണ്ടും അത് ട്രാക്കിലേക്ക് വന്ന് നിക്ഷേപകർക്ക് പൈസ ഒക്കെ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ പ്രതിസന്ധിയൊക്കെ തീർന്ന ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സംസ്ഥാന സഹകരണ വകുപ്പ് അതിൽ ഇടപെട്ടു. കൺസോർഷ്യം ഉണ്ടാക്കിയിട്ട് ഫണ്ട്സ് തിരിച്ചു കൊടുക്കാൻ, നിക്ഷേപം കൊടുക്കാൻ നടപടി, അതൊക്കെ നമുക്കറിയാവുന്നതായിരിക്കും. ഇവിടെ വിഷയം ED കാണിക്കുന്ന ചില അന്യായങ്ങൾ, അതിനെ മാപ്രകൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ട് എവിടെ എത്തിക്കും എന്നുള്ളതാണ്. ഇപ്പം എന്താണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് വാർത്ത? AC മൊയ്തീൻ്റെ നിക്ഷേപം മരവിപ്പിച്ച നടപടി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെച്ചു. വാർത്ത ശ്രദ്ധിച്ച് നമ്മൾ അതിൻ്റെ തലക്കെട്ട് നോക്കണം. അതായത് ED ആണല്ലോ കേസ് അന്വേഷിക്കുന്നത് മൊയ്തീനെതിരെ, AC മൊയ്തീനെതിരെ. AC മൊയ്തീൻ്റെ നിക്ഷേപം മരവിപ്പിച്ച നടപടി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെച്ചു. ഇതെന്താണ് ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് മനസ്സിലായോ? അത് EDയുടെ തന്നെ ഒരു വിങ്ങാണ്. മച്ചാൻ, അല്ലാതെ CBI വേറെ സ്വതന്ത്ര കോടതിയൊന്നും അല്ല. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് EDയുടെ തന്നെ ഒരു മച്ചാനാണ്, അടുത്തൊരു വിങ്ങാണ്. അതായത് ഒരേ തൂവൽ പക്ഷികൾ. ഈ വാർത്ത വായിക്കുന്ന പാവം പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ വായനക്കാർക്ക് തോന്നുക, കോടതി നിക്ഷേപം മരവിപ്പിച്ച നടപടി ശരിവെച്ചു എന്നാണ് തോന്നുക. ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ, ഈ പാതി വെന്ത വാർത്ത എന്ന് പറയില്ലേ, ഹാഫ് കുക്ക്ഡ് റിപ്പോർട്ട്സുകൾ, അതിൻ്റെ ഉദാഹരണമാണിത്. ശരിക്കും എന്താണ് സംഭവിച്ചത്? അതായത് AC മൊയ്തീൻ്റെ സ്വത്ത് കണ്ടുകെട്ടിയോ? ഇല്ല. പിന്നെ മൊയ്തീൻ്റെ നിക്ഷേപം എന്തെങ്കിലും മരവിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതാണ് യാഥാർത്ഥ്യം. പിന്നെന്താ മരവിപ്പിച്ചിട്ടുണ്ട്. മൊയ്തീൻ്റെ ഭാര്യയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടിലെ പൈസയും മൊയ്തീൻ്റെ മകളുടെ ഫിക്സഡ് ഡിപ്പോസിറ്റിലെ പൈസയും മരവിപ്പിച്ചു. ഇനി അതിലേക്ക് വരാം. അതിലാണ് ഏറ്റവും വലിയ തമാശ. ഒരു ED എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, കേന്ദ്ര ഏജൻസി, കോടതിയിൽ മൊയ്തീനെതിരെ, AC മൊയ്തീനെതിരെ ഒരു തെളിവും ഹൈക്കോടതി ഹാജരാക്കാൻ EDക്ക് കഴിഞ്ഞില്ല. അപ്പൊ EDയുടെ ചെവിക്ക് ഹൈക്കോടതി പിടിച്ചതാണ്. അതിന് പകരം തീർക്കുക, വാശി തീർക്കുക. അതിന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്, വാശിക്ക് ഇന്ന് ചെയ്യാന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ വാശി തീർക്കലാണ് അടുത്തത്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി വെച്ചിട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് എല്ലാം സെയിം ഡിപ്പാർട്ട്മെന്റാണ്, പുറത്തുള്ളൊരു ഏജൻസി കോടതിയൊന്നും അല്ല ഇത് ചെയ്യുന്നത്. ഇനി സംഭവം എന്താണ്? ഈ AC മൊയ്തീൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലും മകളുടെ അക്കൗണ്ടിലും എങ്ങനെയാണ് പൈസ വന്നത്? നേരായ മാർഗത്തിലൂടെ സർക്കാരിൽ നിന്ന് കിട്ടിയ പെൻഷൻ തുകയും ഓണറ്റോറിയം ഒക്കെയാണ് ട്രഷറി ട്രാൻസ്ഫർ വഴിയും SBI ട്രാൻസ്ഫർ വഴിയും അവരുടെ അക്കൗണ്ടിലെത്തിയിരിക്കുന്നത്. അതിനെല്ലാം തെളിവുകളുണ്ട്. എന്നിട്ട് ഇത് മരവിപ്പിച്ചിരിക്കുന്ന ഒരു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി? ക്ലിയർ പൊളിറ്റിക്സ്, അതിൻ്റെ അകത്ത് വേറൊന്നുമില്ല. ഇത് കോടതിയിൽ നിലനിൽക്കാൻ പോണില്ല. ഇത് കോടതി ചോദ്യം ചെയ്യുന്നുണ്ട്. ആര്? AC മൊയ്തീനും കുടുംബവും. ഈ നടപടി, EDയുടെ നടപടി. അപ്പോൾ EDയുടെ ഫൈനൽ ഇത് വരട്ടെ, വന്നിട്ട് കോടതിയിലേക്ക് പോകുന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി 10 ലക്ഷം ഈ വന്നത് എങ്ങനെയാണ്? അതായത് AC മൊയ്തീൻ മുൻ മന്ത്രിയും MLAയുമാണ്. ഇപ്പം MLAയുമാണല്ലോ. അപ്പോൾ ഈ MLAക്ക് കിട്ടുന്ന ഈ ഓണറ്റോറിയം ഉണ്ട്, ആ തുക നേരെ നിയമസഭയിൽ നിന്നും, നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് നേരെ അത് സെക്രട്ടേറിയറ്റിലുള്ള തിരുവനന്തപുരത്തുള്ള ട്രഷറി ബ്രാഞ്ചിലേക്കാണ് വരിക. സബ് ട്രഷറി ബ്രാഞ്ചിലേക്കാണ് ഈ പൈസ വരിക. കാരണം MLAക്കുള്ള ഓണറ്റോറിയമാണത്. അത് അക്കുമുലേറ്റ് ചെയ്ത് വന്ന 10 ലക്ഷം രൂപ AC മൊയ്തീൻ ഈ അക്കൗണ്ടിൽ നിന്ന് നേരെ
ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് വടക്കാഞ്ചേരിയിലേക്ക് മാറ്റുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇറ്റ്സ് ഓൺ റെക്കോർഡ്, എല്ലാത്തിനും തെളിവുണ്ട്. അതാണ് തട്ടിപ്പ് പണമായിട്ട് ED കോടതിയെ കൊണ്ടിട്ട് അവതരിപ്പിച്ചത്, ഈ 10 ലക്ഷം രൂപ. അത് MLA എന്ന നിലയിൽ ആ കാലഘട്ടത്തിൽ കിട്ടിയ ഓണറ്റോറിയത്തിൻ്റെ ടോട്ടൽ എമൗണ്ടാണത്. അത് കൃത്യമായ ബാങ്ക് ട്രാൻസ്ഫറാണ്. അതിൻ്റെ അകത്തൊരു അഴിമതിയും ഒന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. 2, മകളുടെ അക്കൗണ്ടിലേക്ക് വന്ന ഈ 21 ലക്ഷം എങ്ങനെയാണ് അത് പറയാം. AC മൊയ്തീൻ്റെ ഭാര്യ ആരോഗ്യവകുപ്പിലെ നേഴ്സായിരുന്നു. ആരോഗ്യവകുപ്പിലെ ഒരു സീനിയർ നേഴ്സായിട്ട് റിട്ടയർ ചെയ്തപ്പോൾ കമ്മ്യൂട്ട് ചെയ്ത് കിട്ടുന്ന തുക, പെൻഷൻ കൂടാതെ, മാസ പെൻഷൻ കൂടാതെ കമ്മ്യൂട്ട് ചെയ്ത് കിട്ടുന്ന തുക ഒരു ലക്ഷങ്ങൾ വരും. ഇത് പിന്നെ എത്ര പേർക്ക് അറിയാം? ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാമോ? ചർച്ച ചെയ്യാറുണ്ടോ? അപ്പോൾ എൻ്റെ ഭാര്യ സെക്രട്ടേറിയറ്റിൽ അഡീഷണൽ സെക്രട്ടറി ആയിട്ടിരുന്നിട്ട് അടുത്ത കാലത്ത് റിട്ടയർ ചെയ്തപ്പോൾ കമ്മ്യൂട്ട് ചെയ്ത് കിട്ടിയ പൈസ എത്രയെന്നറിയാമോ? 65 ലക്ഷം രൂപ. പിന്നെ മാസം തോറും ഒരു 50,000-ന് മുകളിൽ എൻ്റെ ഭാര്യയ്ക്ക് പെൻഷനുണ്ട്. കാരണം ഭാര്യ റിട്ടയർ ചെയ്യുമ്പോൾ 1.5 ലക്ഷത്തോളം ശമ്പളം ഉണ്ടായിരുന്നു, മാസ ശമ്പളം. അഡീഷണൽ സെക്രട്ടറി പോസ്റ്റാണ്. അതിൻ്റെ 3-1 പെൻഷൻ കിട്ടും. അറിയാമല്ലോ, നിയമമൊക്കെ അറിയാമല്ലോ, പെൻഷൻ വ്യവസ്ഥകളൊക്കെ. അപ്പോൾ AC മൊയ്തീൻ്റെ ഭാര്യ ഒരു നേഴ്സായിട്ട് റിട്ടയർ ചെയ്ത് ആരോഗ്യവകുപ്പിൽ റിട്ടയർ ചെയ്താൽ എത്ര കിട്ടുമെന്നൊക്കെ പോയാൽ 21 ലക്ഷത്തിന് മുകളിൽ പൈസ കിട്ടും. 10-25 ലക്ഷം കിട്ടുമെന്ന് അറിയാമല്ലോ. AC മൊയ്തീൻ്റെ ഭാര്യയുടെ പെൻഷൻ കമ്മ്യൂട്ട് തുകയാണ്, റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടിയ കമ്മ്യൂട്ട് തുകയാണ് മകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇതിനെയാണ് മാപ്രകൾ വെച്ച് ആഘോഷിക്കുന്നത്. AC മൊയ്തീൻ അഴിമതി നടത്തി ലക്ഷങ്ങൾ സമ്പാദിച്ചു. ഇപ്പൊ ED കൊടുത്തിരിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ, അഡ്ജുഡിക്കേഷൻ അതോറിറ്റി കൊടുത്ത്, അത് നിയമപരമായിട്ട് നിലനിൽക്കത്തില്ല, കേസ് പറയേണ്ടി വരും. പക്ഷെ ഇവിടെ ഒരു വലിയ ചോദ്യം, തെറ്റ് ചെയ്യാത്തവരെ ഇങ്ങനെ ക്രൂശിക്കുന്ന എന്തിനാണ് ED? ഇപ്പൊ FD ഇട്ട അക്കൗണ്ട് 21 ലക്ഷവും 31 ലക്ഷം രൂപ ഫ്രീസ് ചെയ്ത് മരവിപ്പിച്ചിരിക്കുകയാണ്. അത് ED ബാങ്കിൽ പറയുമ്പം നിയമപരമായിട്ട് ബാങ്ക് അത് ചെയ്യേണ്ടി വരും. നമുക്കറിയാമല്ലോ, ഇപ്പം ED കേസുണ്ട്, എടുത്തിട്ടുണ്ട്, ഇവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യണം AC മൊയ്തീൻ്റെ ഭാര്യയുടെ മകളുടെ എന്ന് ED ആവശ്യപ്പെട്ടാൽ ആ ബാങ്ക്, SBI ആവട്ടെ ഏത് ബാങ്ക് ആവട്ടെ, ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. അത് ആസ് പെർ ദ റൂൾ, ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ഘട്ടത്തിൽ അത് ഫ്രീസ് ചെയ്യും. അതിൽ നിന്നൊരു പൈസ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ മനുഷ്യരെ ദ്രോഹിക്കണോ? ഈ ED കേന്ദ്രത്തിലെ ഭരണകൂടത്തിൻ്റെ വെറും ദല്ലാൾ ഏജന്റായിട്ട് നിന്നിട്ട്, ഇവർക്കിതെല്ലാം അറിയാം. EDക്ക് ഇതിൽ അനോമലിയോ അഴിമതിയോ നടന്നിട്ടില്ല എന്നറിയാം. എന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ ദ്രോഹിക്കുന്ന എന്തിനാണ്? അവർ രാഷ്ട്രീയ മേലാളന്മാർക്ക് വേണ്ടി, യജമാനന്മാർക്ക് വേണ്ടി ഏത് അറ്റം വരെ വൃത്തികെട്ട കാര്യങ്ങളിലേക്ക് പോകാൻ ED തയ്യാറാണ്. ED അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്ന് ഇപ്പൊ ബോധ്യമായല്ലോ. പക്ഷെ ഇത് എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു? AC മൊയ്തീൻ്റെ സ്വത്ത് കണ്ടുകെട്ടി AC മൊയ്തീൻ അഴിക്കുള്ളിലാവും, അറസ്റ്റ് ചെയ്യും, ED കൊച്ചിയിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊരു ബഹളമായിരുന്നു ഇവിടുത്തെ മാപ്രകൾ, അന്തിച്ചർച്ച ഉൾപ്പെടെ. ഇപ്പൊ ഈ ഒരു കാര്യം വന്നപ്പോൾ എന്താ ചർച്ചയില്ലാത്തത്? ഇതാണോ മാധ്യമ പ്രവർത്തനം എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കാര്യം അന്വേഷിച്ചിട്ട് മര്യാദയ്ക്ക് റിപ്പോർട്ട് ചെയ്യുക. ഇനി വല്ലവരും കഥ ഇങ്ങോട്ട് ഫീഡ് ചെയ്യുമ്പോൾ അത് അതേപടി വിഴുങ്ങുന്ന പരിപാടിയല്ല മാധ്യമ പ്രവർത്തനം. ED ഇങ്ങോട്ടൊരു ക്യാപ്സൂൾ ഇട്ട് തരുമ്പം ആ ഇട്ടുതരുന്ന എന്തിനാണെന്ന് ചിന്തിക്കാനും, നമ്മുടെ സ്വയം ബുദ്ധി വെച്ചിട്ട് പിന്നെ അനലൈസ് ചെയ്തിട്ട് ഈ വാർത്ത അങ്ങനെ അല്ല, ഇത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്, ED മൊയ്തീനെ കൊടുക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ EDയുടെ അന്വേഷണം ഒരുതരം പകപോക്കലാണ് എന്നൊക്കെ ആ റിപ്പോർട്ടിൽ പറയാൻ കഴിയണം. അതാണ് മാധ്യമ പ്രവർത്തനം. അല്ലാതെ ഇങ്ങോട്ട് വരുന്ന ക്യാപ്സൂളും വിഴുങ്ങിയിട്ട് പിന്നെ വേറെ വല്ല ആനുകൂല്യവും കിട്ടുമെങ്കിൽ അതും വാങ്ങിയിട്ട്, കോഴിക്കാലും പിന്നെ കുടിക്കാൻ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതും വാങ്ങിയിട്ട് വാർത്ത ചെയ്യുന്നതാണോ മാധ്യമ പ്രവർത്തനം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് ED കേസ്, AC മൊയ്തീനെതിരെയുള്ള കേസ്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് ബോധ്യമായില്ലേ? എന്താണ് ഇവിടെ സംഭവിക്കുക? ഇത് AC മൊയ്തീൻ്റെ കാര്യം മാത്രമല്ല, വേറെ പല കേസുകളിൽ ഇത് വ്യക്തമാണ്. പൊളിറ്റിക്കൽ വിച്ച് ഹണ്ടിങ് ആണ് നടക്കുന്നത്, രാഷ്ട്രീയ വേട്ട. അതിന് കേന്ദ്ര സർക്കാർ ED ഉപയോഗിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടിയിലുള്ളവരെ അല്ല അവരുടെ ബന്ധുക്കളെയൊക്കെ അതിനകത്ത്
ഉൾപ്പെടുത്തുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്.